ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് ചോറ് വെക്കുന്ന അരി ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് ചിരുവിയ തേങ്ങ, ഒരു 7-8 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പകുതി സവാള ചേർത്താൽ മതി. പിന്നെ 3 പച്ചമുളക്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു പിടി വൃത്തിയാക്കിയ ചെമ്മീനും ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മാത്രം വെള്ളത്തിൽ ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 പിടി ചെമ്മീൻ കൂടി ചേർത്തിട്ടുണ്ട്. ചെമ്മീൻ കട്ട് ചെയ്ത് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ തീരെ ചെറിയ ചെമ്മീൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കുഴച്ചെടുക്കണം. നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് അരിപ്പൊടിയുടെ അളവിൽ മാറ്റം വരും. ഇതുപോലെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. മുഴുവനായിട്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ആവി കയറ്റി വേവിക്കാം. തൊട്ട് നോക്കിയാലും മനസ്സിലാവും നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാലക്കായിട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കണം. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മസാലയിൽ മുക്കിയിട്ടുള്ള സ്നാക്ക് വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് സ്നാക്ക് നിരത്തി വെച്ച് കൊടുത്താൽ നമുക്കതിന് മുകളിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നല്ല ചൂട് കട്ടൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.